ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിലിംസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്യാൻ റൺ 250 മീറ്റർ ഇൻ 25 സെക്കൻഡ്. എക്ക് 250 മീറ്റർ 25 സെക്കൻഡിലും ബിക്ക് ആണെങ്കിൽ 30 സെക്കൻഡും എടുത്തു. ഹൗ മെനി മീറ്റേഴ്സ് എ സ്റ്റാർട്ട് എ ക്യാൻ ഗീവ് ബി ഇൻ എ കിലോമീറ്റർ. അത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് 1 കിലോമീറ്റർ റേസിൽ എക്ക് എത്ര സ്റ്റാർട്ട് കൊടുക്കാം, എ ബിക്ക് എത്ര സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡെഡ് ഹീറ്റ് ആവുന്ന ചോദിച്ചിരിക്കുന്നത്. ഡെഡ് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ച് ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് സ്പീഡ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. സ്പീഡ് കണ്ടുപിടിക്കാനും ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 250 മീറ്റർ റേസ് ആണ്. അതായത് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. ഓക്കെ, സ്പീഡിന്റെ റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. അപ്പോൾ ഇവരുടെ ടൈമിന്റെ റേഷ്യോ 25:30 ആണ്. അതായത് 5ഉം 6ഉം ആണ്. ഇത് എൻ്റെത്, ഇത് ബിൻ്റെത്. ഓക്കെ, ഇതിപ്പോൾ നോക്കുമ്പോൾ 6:5 എന്തിന്റെ റേഷ്യോ? സ്പീഡിന്റെ റേഷ്യോ. ഓക്കെ, ഇനി ഡെഡ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഡെഡ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവർ ഒന്നിച്ച് ഫിനിഷ് ചെയ്തു. ഒന്നിച്ച് ഫിനിഷ് ചെയ്യുവാണെങ്കിലും ഇപ്പോൾ ഇത് ഫിനിഷ് ലൈനാന്ന് വിചാരിച്ചോ. ഈ ഒരു സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരൊന്നിച്ച് ഫിനിഷ് ചെയ്യത്തില്ല. ബി കുറച്ച് ഫ്രണ്ടിൽ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവരൊന്നിച്ച് ഫിനിഷ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും എടുക്കുന്ന ടൈം സെയിം ആയിരിക്കും. അതായത് ഒരു ഓട്ടം മത്സരത്തിൽ ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരും എടുക്കുന്ന ടൈം സെയിം ആയിരിക്കും. അതായത് ഈ ഒരു കേസിൽ ടൈം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എക്ക് എത്ര കവർ ചെയ്യണം? 1000 കവർ ചെയ്യണം അല്ലേ? 1000 കവർ ചെയ്യണം. ഓക്കെ, ബി എത്രയോ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവൻ എത്രയോ കവർ ചെയ്യണം. ഓക്കെ, അവൻ്റെ സ്പീഡ് 5 ആണ്. ഓക്കെ, നമുക്കിവിടെ വേണമെങ്കിൽ പറയാം ഇവിടെ ടൈം കോൺസ്റ്റന്റ് ആണ്. കാരണം രണ്ടുപേരും ഇപ്പം ഇവൻ ടി സെക്കൻഡ് ആണെങ്കിൽ ഇവനും ടി സെക്കൻഡിലായിരിക്കും ഈ ഒരു ഓട്ടം ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ടൈം കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡിന്റെ അതേ റേഷ്യോ ആയിരിക്കും എന്ത് ഫോളോ ചെയ്യുന്നത്? ടൈം ഫോളോ ചെയ്യുന്നത്. അല്ല, സ്പീഡിന്റെ അതേ റേഷ്യോ തന്നെ ആയിരിക്കും ഡിസ്റ്റൻസ് ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം ഡി ഈക്വൽ ടു എസ് ടി ആണെന്നറിയാം. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ സെക്കൻഡ് കേസിലെ ടൈം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസിന്റെ അതേ റേഷ്യോ തന്നെ ആയിരിക്കും സ്പീഡിനും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ A:6 ഡിസ്റ്റൻസിന്റെ റേഷ്യോ 6:5 ആയിരിക്കും. ഓക്കെ, അതായത് എ 6 ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ ബി ഒരു ഡിസ്റ്റൻസേ കവർ ചെയ്യും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ 1 എന്തായിരിക്കും? ഈ ഇൻ ബിറ്റ്വീൻ വരുന്ന 1 എ ബിക്ക് കൊടുത്ത എന്തായിരിക്കും? നീ ഇത്ര സ്റ്റാർട്ട്, അതായത് നീ ഇത്ര ഫ്രണ്ടിൽ ഓടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 ഇതിന് 1000 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, കാരണം എ ഫുള്ള് ഫിനിഷ് ചെയ്യുമല്ലോ, എ 1000 ഓടുമല്ലോ. അപ്പോൾ എ 1000 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, 6 1000 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? ഒരു പ്രാവശ്യം പോവും, പിന്നെ ഒരു 40 വരും, 6 പ്രാവശ്യം പോവും, പിന്നെ ഒരു 40 വരും, 6 പ്രാവശ്യം പോവും. 166.666 എന്ന് പറയും. നമുക്ക് എന്ത് ചെയ്യാം? 166.67 എന്ന് പറയാം. അതായത് എ ബിക്ക് കൊടുത്തിട്ടുള്ള സ്റ്റാർട്ട് എത്രയായിരിക്കും? ഈ പറയുന്ന 1 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് 1 യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് 5 യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് വീണ്ടും കുറയ്ക്കുക. അതിനേക്കാളും നല്ലത് ഇവിടുന്ന് തന്നെ 1 യൂണിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടൈമിന്റെ റേഷ്യോന്റെ അതേ ഇത് തന്നെയായിരിക്കും സ്പീഡിന്റെ റേഷ്യോ ഫോളോ ചെയ്യുന്നത്. ടൈമിന്റെ റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും സ്പീഡിന്റെ റേഷ്യോ വരുന്നത്. രണ്ടാമത്തെ കേസിൽ ടൈം കോൺസ്റ്റന്റ് ആണ്. ആയതുകൊണ്ട് സ്പീഡിന്റെ റേഷ്യോ തന്നെയായിരിക്കും ഡിസ്റ്റൻസിന്റെ റേഷ്യോ ഫോളോ ചെയ്യുന്നത്. സോ അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്.